ബി ജെ പി പ്രതിനിധിയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മൂപ്പര് ഒരു കാര്യം പറഞ്ഞു, മാട്ടിനെ അറുത്തിട്ട് എന്നുള്ളത്. ഇന്ന് മണിപ്പൂരിൽ നോക്കുമ്പോൾ മനുഷ്യനെ അറുത്ത് കൊല കൊടുക്കുന്ന ബി ജെ പിക്കാരാണ് ഇവിടെ ഉള്ളവർ. അവരാണ് മാട്ടിനെ അറുത്തിട്ട് ഈ മാട്ടിന്റെ ഭക്ഷണം ഭക്ഷിക്കാനാണ് അയാൾ പോലും. അങ്ങനെയുള്ള ഉള്ള ആൾക്കാരാണ് നിങ്ങളോട് ചോദ്യത്തിൽ മറ്റൊന്നുമില്ല. പിന്നെ എനിക്കൊരു അവസരം പറയാൻ എന്താ പറയുക, ഈ ജനസഭ എന്ന് പറയുന്നത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം കൂടി നിങ്ങൾ ടി വിയിൽ പരസ്യപ്പെടുത്തണം. അല്ലാതെ നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം പരസ്യപ്പെടുത്താൻ പോരാ. ചേട്ടൻ ഇപ്പൊ ആദ്യമായിട്ടായിരിക്കും ജനസഭ കാണുന്നില്ലേ? ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞത് ലോകം മുഴുവൻ കടയിൽ ലൈവായിട്ട് പോകുന്നതാ. ഓക്കെ, യെസ്, മറുപടി. ആദ്യ ജനസഭ എന്താണെന്നൊന്ന് മനസ്സിലാക്ക്. ഓക്കെ, മണിപ്പൂർ എന്താ നടന്നതെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം. മണിപ്പൂർ ഒരു ഗോത്ര കലാപം നടന്നു, അതിൽ ബി ജെ പിക്ക് ഒരു റോളുമില്ല. ഏറ്റവും കൂടുതൽ മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യപ്പെട്ട തൃശ്ശൂർ ജില്ലയിൽ ബി ജെ പി 75,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി ന്യൂനപക്ഷ സമൂഹത്തിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ട് വിജയിച്ചു വന്നു. ഈ പാലക്കാടിലെ മണ്ണിലും ക്രിസ്തീയ സഭകളെല്ലാം പരസ്യമായി ബി ജെ പിക്ക് പിന്തുണ അർപ്പിച്ച ചരിത്രത്തിലെ ഒരു തെരഞ്ഞെടുപ്പാണിത്. കാരണം മുനമ്പം വിഷയത്തിൽ ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ വഞ്ചിച്ച ഇടത് വലത് മുന്നണികൾക്കെതിരായിട്ടുള്ള ഒരു വിധിയിത്തവും പാലക്കാട് ഉണ്ടാകാൻ പോകുന്നത് തീർച്ചയായും ന്യൂനപക്ഷ സമൂഹത്തിന് കൂടി വിശ്വാസം ആർജിച്ചുകൊണ്ട് ബി ജെ പി വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും. മണിപ്പൂർ വിഷയത്തിലെ ഗോത്രവർഗങ്ങളുടെ തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം നിസ്സാരവൽക്കരിക്കുകയാണ്. അവിടെ ആളുകളെ ചുട്ടുകൊല്ലുമ്പോ, അവിടെ ആളുകളെ അടിച്ചു കൊല്ലുമ്പോ, അവിടെ ആളുകളെ വെടിവെച്ച് കൊല്ലുമ്പോ ഒരക്ഷരം മിണ്ടാതെ വിദേശ ടൂറിന് മണിപ്പൂർ നടക്കുന്നത് വർഗീയ സംഘർഷമല്ല, അത് വർഗീയ സംഘർഷമായി ചിത്രീകരിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. മണിപ്പൂർ ഒരു വർഗീയ സംഘർഷമല്ല. അവിടെ സംവരണത്തിന്റെ പേരിലുള്ള ഒരു പ്രശ്നമാണ്, ഗോത്രവർഗ കലാപമാണ്. അതിന് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. നിങ്ങളുടെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കലാപം ഉണ്ടായത്. ഒരു മിനിറ്റ് ചോദിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് മണിപ്പൂരിൽ കലാപം ഉണ്ടായിരുന്നില്ല? ഇതുപോലെ കലാപങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ രാജ്യത്ത്, പലതരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ അവിടെ പോയി ആവശ്യമായ ഇടപെടലുകൾ നടത്തി അവിടെ ആരൊക്കെയാണോ അവർക്കൊപ്പം നിൽക്കാനാണ് ഈ രാജ്യത്തെ ഭരണാധികാരികൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ദിരാഗാന്ധി ആനപ്പുറത്തേറിപ്പോയ കഥയൊന്നും ഞാൻ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ പ്രിയപ്പെട്ടവർക്ക്. അതുകൊണ്ട് നരേന്ദ്രമോദി, ഞാൻ ചോദിക്കുന്നത് സിമ്പിളായ ഒരു ചോദ്യം, മണിപ്പൂർ കലാപം ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി, അല്ലെ മണിപ്പൂർ കലാപത്തിന്റെ അവിടെ പിന്നെ ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അല്ലെങ്കിൽ അവിടെ മർദ്ദനം ഏറ്റുവാങ്ങുന്നവർക്ക് വേണ്ടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു 2 അക്ഷരമെങ്കിലും ഉരിയാടാൻ തയ്യാറായോ? ബി ജെ പിയുടെ പ്രതിനിധി മറുപടി പറയൂ. ഈ ഡൽഹിയിലെ തെരുവീതികളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതന്യൂനപക്ഷമായിട്ടുള്ള സിഖ് സമൂഹം, 4000-ലധികം വരുന്ന സിഖ് സഹോദരന്മാരെ കോൺഗ്രസിന്റെ കൂലിപ്പട്ടാളം അരുങ്കൊല ചെയ്തപ്പോൾ രാജീവ് ഗാന്ധി എന്താ പറഞ്ഞത്? വൻമരങ്ങൾ വീഴുമ്പോൾ ഭൂമി കുലുക്കം ഉണ്ടാകും എന്ന് അതിനെ ന്യായീകരിച്ച ഒരു പാർട്ടിയുടെ അണിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇന്ന് വരെ 55 വർഷം ഇന്ത്യൻ ഭരണസമിതി ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ഇവിടെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും ഇസ്ലാമിന്റെയും പേരിൽ തമ്മിലടിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ അന്നത്തെ ഭരണ സംവിധാനങ്ങളോ അല്ല. ഇവിടെ ഇന്നിപ്പോ പറഞ്ഞു, മാടിനെ അർത്ഥ കാര്യം പറഞ്ഞു. എന്തിനാണ് ആ സമരവുമായി മുന്നോട്ട് പോയത്? ഈ രാജ്യത്ത് ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ള ഒരു നയവുമായി ആളുകൾ മുന്നോട്ട് പോയതുകൊണ്ടല്ലേ ഇവിടെ ആരെന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ഇവിടുത്തെ ഈ രാജ്യത്തെ ഓരോ പൗരനും മൗലിക അവകാശം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ആചാരത്തിൽ വിശ്വസിക്കണമെന്ന് ബി ജെ പിയുടെ ആളുകൾ ഇവിടെയുള്ള ഇന്ത്യയിലെ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ പഠിപ്പിക്കേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.